എനിക്ക് സന്ദീപിനെ കാണുമ്പോൾ എന്തോ നിങ്ങൾ ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. വിനീതേട്ടൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം അന്ന് ചെയ്തിരുന്ന റോളുകളും അന്നത്തെ അതായത് കുറെ റൊമാൻറ്റിക് റോളുകളാണെങ്കിലും ഭയങ്കര ചാമുള്ള അങ്ങനത്തെ റോളൊക്കെ സന്ദീപിന് ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യണം. എന്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെലിബ്രിറ്റി ക്രഷ് ആയിരുന്നു. ഞാൻ ആദ്യം ഇന്റർവ്യൂ എടുത്തപ്പോ ഫാൻ എന്നൊക്കെ പറഞ്ഞ് പോളിഷ് ചെയ്താ പറഞ്ഞു. അവർ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ നമുക്ക് ബോറൊക്കെ വന്നപ്പോ തീർന്നു. പുള്ളിയുടെ വൈഫേ കോഴിക്കോട് വരെയാ അതാണ് വൈഫിന്റെ അമ്മ എന്റെ HOD ആയിരുന്നു കേട്ടോ. അധികം ഒരു 30 ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ യങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചെയ്യുന്നു. ഹായ്, ടീം എക്കോ ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വിനീത്, ബിനു പപ്പു, നരേൻ, സന്ദീപ് ആൻഡ് ജയറാം. വെൽക്കം. താങ്ക് യു. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ധാകണ്ഠം. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. പ്രേക്ഷകന് ഇത് കാണണം എന്ന് തോന്നിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം അതാണല്ലോ. പിന്നെ ബാഹുലേട്ടൻ്റെ ആനിമൽ ട്രിലജിയിലെ 3rd പാർട്ട്, ഫൈനൽ പാർട്ട് എന്നുള്ളതും അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹ്യൂമൻ കണക്ഷൻ വിത്ത് ആനിമൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പിടിയും ആസ് യൂഷ്വൽ കിട്ടിയിട്ടില്ല. ടീസർ കണ്ടിട്ട് ഒരു പിടിയും തരാത്ത കിഷ്കിന്ത പോലെ തന്നെയുള്ള ഒരു ടീസർ ആയിരുന്നു. പക്ഷെ എങ്ങനെയുള്ള ഒരു പടം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ടീസർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? എന്താണ് ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു. മിസ്റ്ററി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കിഷ്കിന്ദയ്ക്കൊക്കെ ഈ പറഞ്ഞൊരു കണക്ഷൻ ഉണ്ടല്ലോ, എന്തോ ഒരു ആനിമൽ ഹ്യൂമൻ കണക്ഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇത് രണ്ടും ഉണ്ട്. പിന്നെ അത് ശരി. പിന്നെന്താ പിന്നെ പീരീഡ് ആണെന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് അത് ശരി. ഞാൻ ഇത് പറ്റില്ല. നിങ്ങൾ മുന്നോട്ട് പോട്ടെ ചേട്ടാ. അല്ല എന്നാലും യൂട്യൂബിൽ കുറെ ഈ ഇതിനെ ഡീകോഡ് ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്. അല്ല, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. മിസ്റ്ററി പീരീഡ് ഡ്രാമയാണ്, പീരീഡാണ് സിനിമ നടക്കുന്നത്. കൂടുതലും ഇതൊരു സെൻട്രൽ ക്യാരക്ടർ ഓറിയന്റഡ് എന്ന് പറയുന്ന പോലെയല്ല. ഇതൊരു നറേറ്റീവ് പാറ്റേണിലാണ് ഇതിന്റെ ഒരു ഡിഫറൻസും ഇതിന്റെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ഇരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിലൂടെയും പറഞ്ഞു പോകുന്ന ഒരു നറേറ്റീവ് പാറ്റേൺ ആണ് സിനിമയിലൂടെ. കിഷ്കിന്ധയുടെ സമയത്ത് ബാഹുലേട്ടൻ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസിഫ് ഖാക്ക് കൊടുത്തിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് ഇന്റർസ്റ്റെല്ലാറിന്റെ മ്യൂസിക് ആയിരുന്നു. ഇവിടെ നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾക്കും പ്രൊഡ്യൂസറാണ്. ഞാൻ എടുത്ത് പേര് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, പക്ഷെ നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾക്ക് എന്താ ഇങ്ങനെ വല്ല സ്കോറൊക്കെ റെഫറൻസ് ഒക്കെ തന്നിട്ടാണോ പറഞ്ഞത്? മഴ ഉണ്ടായിരുന്നു, ഇടി ഉണ്ടായിരുന്നു, കാറ്റ് ഉണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. അപ്പം വേറെ ഒന്നിന്റെ ആവശ്യം വന്നില്ല. അതാണ് റെഫറൻസ്. ഇതാണ് റെഫറൻസ്. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ടു നിർത്തിയ സ്ഥലങ്ങളും ചാലഞ്ചിങ് ആയിരുന്നു. അത് നല്ല ചാലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു പാട്ടിനുള്ള സമയം പാത്രം കിട്ടിയില്ല. മ്യൂസിക്കിന്റെ ആവശ്യം വന്നില്ല, ആംബിയൻസ് കൊണ്ടായിട്ട് സെറ്റ് ചെയ്തു. സ്റ്റോറിയിൽ ഈ ലൊക്കേഷൻ ഹണ്ട് എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സ്റ്റോറി ഇടുന്നോട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതാണല്ലോ. ഫൈനലി ഈ ലൊക്കേഷനിൽ എത്തിയപ്പോൾ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ആസ് ആൻ ആക്ടർ ഒന്നുകൂടെ ഒരു ഇത് സെറ്റ് ആവുമല്ലോ. അപ്പൊ ലൊക്കേഷൻ എങ്ങനെയാ കോൺട്രിബ്യൂട്ട് ചെയ്തത്? എന്താണ് ലൊക്കേഷൻ? ഡെഫിനറ്റ്ലി ലൊക്കേഷൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ഉണ്ട്. ലൈക്ക് അത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ ഷൂട്ട് ചെയ്ത ഒരു പടമാണ് അത്. അപ്പം ലൈക്ക് അങ്ങനത്തെ ടെറൈൻസും ലൈക്ക് നമ്മൾ ഇതിന്റെ മുന്നേ പോയ പല സ്ഥലങ്ങളിലെ കുറച്ചും കൂടി അകത്തേക്കാണ് ഇവര് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് ഇവര് പോയിട്ട്. അങ്ങനെ ഇടുക്കിയല്ലോ, വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അതിലെ നമ്മൾ പോയ സ്ഥലങ്ങളുടെ പേര് പോലും പലർക്കും ഞങ്ങൾക്ക് തന്നെ അറിയില്ല അല്ലേ? അതിനോട് തൊട്ടടുത്തുന്ന സ്ഥലത്തിന്റെ പേരൊക്കെ അറിയാം. അവിടെ വെച്ചിട്ട് ഒരു വണ്ടി ഇന്നോവന്ന് ഇറക്കും, ഒരു ജീപ്പ് കയറ്റും. അതാ അതിനെക്കാട്ടും പിന്നെ ജീപ്പ് നിർത്തും, ഇറങ്ങും, നടക്കൂ. അവിടെ തൊട്ട് ക്യാരക്ടർ ആവാൻ അങ്ങനെ അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആവാനുണ്ടല്ലേ. എനിക്ക് വിനീതേട്ടനെയും സന്ദീപിനെയും കാണുമ്പം ഒരു എന്താ പറയാ, വിനീതേട്ടന് സന്ദീപ് തുടങ്ങിയ ഒരു പ്രായത്തിൽ തുടങ്ങിയതും അങ്ങനെ എനിക്കെന്തോ അങ്ങനെ അതിനേക്കാൾ ചെറുതാണ് ശരിയാണ്. പക്ഷെ ആ ഒരു പഴയ വിനീതേട്ടനെ എനിക്ക് സന്ദീപിനെ കാണുമ്പോ എന്തോ
നിങ്ങൾ ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നു. വിനീതേട്ടൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം, അന്ന് ചെയ്തിരുന്ന റോളുകളും ഇപ്പം അന്നത്തെ അതായത് കുറെ റൊമാൻറ്റിക് റോളുകളാണെങ്കിലും ഭയങ്കര ചാമുള്ള അങ്ങനത്തെ റോളൊക്കെ സന്ദീപിന് ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യണം. റൊമാൻറ്റിക് റോൾ വീണ്ടും വീണ്ടും ഒരു ബിസിനസ്മാൻ ടു പ്രൊഡ്യൂസർ എന്താ ലൈഫിൽ വലിയൊരു ചേഞ്ച് വന്നത്? ടോട്ടലി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹാപ്പി മൊമെൻ്റ് എന്ന് വെച്ചാൽ ഐ എം വിത്ത് ദ പെർഫെക്ഷനിസ്റ്റ്, ലിറ്റിൽ ബിറ്റ് രഞ്ജിത്ത്, ബാഹുൽ, ആർട്ടിസ്റ്റ്, മൈ ടെക്നീഷ്യൻസ്, ഓസം, സോർട്ടഡ്. ബിസിനസ് ഓർ മൂവി സോർട്ടഡ്. സന്ദീപിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏജിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ മുരളീനെയൊക്കെ അന്ന് ചെയ്ത പോലെ ഇപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും കറങ്ങി അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. നീ പറഞ്ഞ് സെറ്റ് ചെയ്താണോ? സത്യം പറയും. പ്രണയ സിനിമ അടുത്ത സന്ദീപിന് ഒരു ലവ് സ്റ്റോറി ജീവിക്കാനുള്ള ഡിസ്കഷൻ ഒക്കെ കുറച്ച് എത്ര ഫാൻ ഗേൾസ് പേജ് ആയിരിക്കുന്നത് അറിയാം. ഫാൻ ഗേൾസ് തളരും. അത് അല്ല സന്ദീപ്, ഞങ്ങളല്ല കുറച്ചുകൂടെ ഏജ് നമ്മുടെ കുറച്ചുകൂടെ ഏജിലുള്ള ആൾക്കാർക്ക് അന്ന് ഇൻസ്റ്റ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മുരളി ഫാൻ പേജ്. അതെ, എനിക്കറിയാതെ ഞാനൊരു ഫാൻ ഗേൾ ആണ്. ഞാൻ എന്റെ ലൈഫിൽ വേണ്ട കഥ പറഞ്ഞു പോയാൽ വേറെ കൂട്ടി പോകും. വേണ്ട ഞാൻ വേണ്ട. എന്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെലിബ്രിറ്റി ക്രഷ് ആയിരുന്നു. ഞാൻ ആദ്യം ഇന്റർവ്യൂ എടുത്തപ്പോ ഫാൻ എന്നൊക്കെ പറഞ്ഞ് പോളിഷ് ചെയ്താ പറഞ്ഞു. ലൈൻ അടിക്കട്ടാ. അവർ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ നമുക്ക് ബോധമൊക്കെ വന്നപ്പോ തീർന്നു. പക്ഷെ ബോധം വരുന്നവരെ ഉണ്ടായിരുന്നു. ഞാൻ മുരളീന്റെ പാട്ടില് ജയേട്ടൻ വീഴുമ്പോ നരഞ്ചേട്ടൻ ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. ആ ചിരി കാണാൻ വേണ്ടി ജൂ ബോക്സിന്റെ മുന്നിൽ ഇരിക്കും. അന്ന് നമുക്ക് വേറെ വഴിയില്ലല്ലോ, പോസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. പുള്ളിയുടെ വൈഫേ കോഴിക്കോട് വരെയാ ആണ്. എനിക്കറിയാം. വൈഫിന്റെ അമ്മ എന്റെ HOD ആയിരുന്നു കേട്ടോ. അധികം ഞാൻ അവിടെ എത്തിക്കും. അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു HOD ആയിരുന്നു. ഇതിപ്പോ പറഞ്ഞതിന്റെ കാര്യം എന്താ? അല്ല ഇങ്ങനെ ക്രഷ് ഞാൻ എന്റെ 11 വയസ്സിൽ നിർത്തിയത്. അല്ല ഞാൻ പറഞ്ഞ നമ്മളാ കുട്ടിയോളാവുമ്പോ അങ്ങനെയുള്ള തുടങ്ങാൻ പറ്റുമോ? ഈശ്വര ഇത് കയ്യിന്ന് പോയി ഇത് കട്ട് ചെയ്യാം. ഒരു രീതിയിൽ കട്ട് ചെയ്യരുത്. അല്ല അത് ഞാൻ പബ്ലിക്കായി ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് കഥ മുഴുവൻ ഇപ്പൊ മനസ്സിലായി. ഇൻസ്റ്റയില് കുറച്ചുകൂടി ആക്റ്റീവ് ആവാണ്ട്. പക്ഷെ അന്ന് ഞാൻ മുഖത്തോക്കി പറഞ്ഞില്ല. ഞാനും തുടക്കം എനിക്കൊരു പേടി ഇതെങ്ങനെ അവതരിപ്പിക്കുന്നു. ഒരു ആക്ടറോടുള്ള ഒരു ഇഷ്ടമാണല്ലോ. അതുപോലെ ചെറിയ കുട്ടികൾ ടു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് പടക്കളത്തിന്റെ ശേഷം സന്ദീപിന്റെ ഫാനാണ്. അപ്പൊ നമുക്ക് ആ ഏജിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. പക്ഷെ ഇതേപോലെയുള്ള ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സും ഒന്നിച്ച് വരുമ്പോൾ അവിടേക്ക് നമുക്ക് എങ്ങനെ അത് ചൂസ് ചെയ്യാം? അതായത് ഇതിപ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ ചിലതിനൊക്കെ. അല്ല, ഡെലിബറേറ്റ്ലി അത് ആ ഒരു ചിന്ത ഉണ്ടാവും. കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേയിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഏജ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രീൻ പ്ലേസ് ആയിരിക്കും കൂടുതലും ഞാനിപ്പോൾ നോക്കുക. അതില് ഈ പറയുന്ന വ്യത്യസ്തമായ ജോണറുകൾ കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ്. അത് ഒരു 30 ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ യങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചെയ്യാൻ മോനെ. Everything is possible. അതെ, ഹിറ്റ്ലറിലൊക്കെ എത്ര വയസ്സാ? ആ ചൂളൊക്കെ അടിച്ചു ഹിറ്റ്ലറോ? ഹിറ്റ്ലറൊക്കെ ആയി ഓൾമോസ്റ്റ് 30 ആവാറായിട്ടുണ്ട്. അതൊന്നല്ല, അപ്പൊ ഇനിയും ചെയ്യാന്ന് എപ്പോഴും ചെയ്യണു നമ്മള്. പിന്നെന്താ, ഏതൊന്നും ഒരു പ്രശ്നം. എന്റെ ഇൻസ്പിറേഷൻ. അതെ കാതൽ ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് വേറെ സിനിമ. അതെ അതെന്ത് ഇവിടെ പ്രണയം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അതാണ്. അങ്ങനെയൊന്നും ഇവര് കളിയാക്കുന്ന ആളെ ചെറുതായ വെറുതെ. സിനിമകൾ വരട്ടെ എന്നല്ലേ, കൂടുതൽ സിനിമകൾ വരട്ടെ. ഇതിലുണ്ടാവോ? ഇതിലെങ്ങനെ എന്തെങ്കിലും പ്രണയോ? ഇല്ല, സമയമില്ല. ഒരു നായിക
മലയുടെ മുകളിലൊക്കെ കയറി ഗ്യാപ്പ് ഗ്യാപ്പില്ല, അവിടേക്ക് പോയി നിന്ന് നോക്കി ഇങ്ങനെ. നല്ല റൊമാൻറ്റിക് പ്ലേസ് ഇല്ല. റൊമാൻസിന് പറ്റിയ പ്ലേസാ, പക്ഷെ കൊറേ ഇല്ല, കുട്ടി ഇങ്ങനെ നിന്ന്. കൊറേ ഓടി ആ, ക്ലിഫിന്റെ എഡ്ജ് കൂടെ ഓടിയിട്ടുണ്ട്. കൊക്ക, കാറ്റ്, ഇടി, മിന്നല്, മഴ, അട്ട, ഇതൊക്കെ നേച്ചറായിരുന്നു റൊമാൻസ്. നേച്ചറായിട്ടുള്ള റൊമാൻസ്. ഞാൻ പണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് തമിഴിലൊക്കെ പോയി ഇപ്പം 2 ഭാഷയായിട്ട് നമ്മൾ രണ്ടിലും കാല് വെക്കാന്ന് പറയുന്ന ഒരു അവസ്ഥയില് അങ്ങനെ ആ ഒരു ഫേസ് ഒക്കെ കഴിഞ്ഞപ്പോ തിരിച്ച് മലയാളത്തിൽ കുറച്ച് ആക്റ്റീവ് ആവാമെന്ന് ഡിസൈഡ് ചെയ്തു. കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നപ്പോഴൊക്കെ ഞങ്ങൾ കേരളത്തിൽ കുറച്ചുകൂടെ കാണുന്നുണ്ട്, സിനിമകൾ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അല്ല, ഞാൻ ആക്ച്വലി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്ല അതല്ല, ഞാൻ അച്ഛനും അമ്മയും തൃശ്ശൂർ, അപ്പോൾ അവരുടെ അടുത്തേക്ക് വരാനാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഞാൻ മലയാളത്തിൽ അങ്ങനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നൗ ഐ എം സ്റ്റാർട്ടിങ് ടു. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ആക്ച്വലി ഇപ്പോൾ 2 മാസം മുമ്പ് സാഹസം ഇറങ്ങി ഇത് വരുന്നു. അതിൽ ആ കോമഡി ഒക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാര്. ഭയങ്കര എനിക്ക് രസമായി, ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജോണറാണിത്. ഇത് നമ്മുടെ ഒരു, എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയറിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. വിനീതേട്ടൻ ഇപ്പൊ ധീരനിൽ രസമുള്ള ക്യാരക്ടറായിരുന്നു, ഇതുപോലെ ഫണ്ണായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ആളുകൾ നമ്മളെന്ന ആക്ടർ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ, MT സാർ തൊട്ടുള്ളവർ എക്സ്പ്ലോർ ചെയ്ത് നമ്മളെന്ന ആക്ടർ ഇപ്പം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? അയ്യോ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യമാണ് ലൈക്ക് അത്തരം കഥാപാത്രങ്ങൾ തരിക, നമ്മളെ പറ്റി ആലോചിക്കണു, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ല. ഏതൊരു ആക്ടറും, അതിപ്പം എക്സ്പീരിയൻസ് എന്നുള്ളത് മാത്രമല്ല, വിത്ത് യുവർ ഏജ് ആസ് യു മെച്യൂർ, അത്തരം കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് വരിക, നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക. അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സർക്കിൾ ആവുന്നപ്പോഴാണ്, പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴാണ്. സോ അതെന്നും എക്സൈറ്റ്മെൻറ്റാണ്. അതൊക്കെയാണ് ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ഇസ് ദാറ്റ് യുനോ, ആൻഡ് ദ ടീം യു ആർ വർക്കിംഗ് വിത്ത്, ദ പ്രൊഡക്ഷൻ, ദ ഡയറക്ടർ, ദ ടെക്നീഷ്യൻസ്. സോ അങ്ങനെ ഒരു ഭയങ്കര ഡിലൈറ്റ്ഫുൾ ടീമാണ് എക്കോൻ്റെ. ഒരു എക്സ്ട്രീംലി ടാലൻറ്റഡ് ക്രൂ ആയിരുന്നു. സദ്യവിന് ഇപ്പൊ ജിങ്കാനയും പടക്കളവും ഒക്കെ നമ്മുടെ ഏജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടെ ബിഹേവ് ചെയ്യാവുന്ന ഒരു സെറ്റുകളായിരുന്നല്ലോ. ഇവിടെ ഇത്രയും സീനിയേഴ്സ് നിൽക്കുന്നു, അവരുടെ കൂടെ പെർഫോം ചെയ്യുന്ന ആ ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ. അല്ല, ഇവര് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ടെൻഷൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ കഥയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും അതെ, ബിക്കോസ് സന്ദീപിനും എനിക്കൊക്കെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം യൂസ് ടു ഷെയർ എ ലോഡ് ഓഫ് സന്ദീപിൻ്റെ കുറേ, ഇൻഫാക്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സന്ദീപിൻ്റെ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, അവരെ വർക്ക് പ്രോസസ്സ്, അവർ പ്രിപ്പറേഷൻ, ആലപ്പുഴ ജിബ്ഖാനായാലും ഫാലിമിയിൽ ജഗദീഷ് ചേട്ടൻ്റെയും ഇവരുടെ കൂടെയൊക്കെയുള്ള കോമ്പിനേഷൻ, സോ ബേസിലിൻ്റെ കൂടെ. സോ അത് നമ്മൾ ആസ് ആക്ടേഴ്സ് വീഡ് ലൈക്ക് ടു നോ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്. ഇപ്പോൾ ബിനുവിനോട് ഞാൻ തുടരുൻ്റെ ലാലേട്ടനൊക്കെ യുനോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരി. പക്ഷെ ഇപ്പോഴും ആ മാജിക്കിൻ്റെ ഇത് ബിനുവിനോട് ചോദിക്കുമ്പോൾ ഹീ വിൽ ഷെയർ. സോ നമ്മളെല്ലാവരും ഈ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു എൻറിച്ചിങ് പ്രോസസ്സാണത്. പേഴ്സണൽ ലൈഫിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അല്ല അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് പോകില്ല. നമ്മളൊരു ഇപ്പം മോളും മോനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ പലപ്പോഴും ആ ഏജ് ഡിഫറൻസിൽ വരുന്ന പാരന്റ്സ് പറയുന്നേക്കാം അപ്പം നമ്മൾ വീണ്ടും വളരെ യങ് ആയ പോലെ ഫീൽ ചെയ്യാം. ഈ പാരന്റിങ് എന്നുള്ളത് പുതിയൊരു പ്രോസസ്സായിട്ട് ഒന്നിന്ന് തുടങ്ങുന്ന ഒരു, ശരിയാണ്, അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ചുകൂടി യൂത്ത്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ചിലവർ ഇപ്പൊ ചെറിയ യു ഹാവ് സച്ച് എ സ്മോൾ, യെസ്, മകൾക്ക് ഇത്ര വലുതായി എന്നുള്ളത് നമ്മള് മിണ്ടില്ല. അങ്ങനെയല്ല, ഇതൊരു നമ്മൾ പലതും കുട്ടികൾ വളർന്നു കഴിയുമ്പോഴേ യു ആക്ച്വലി ഫൊഗെറ്റ് ഹൗ ദേ ഗ്രൂ. നമ്മൾ മറക്കുമല്ലോ അത്. പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് യു ട്രൈ ടു. അപ്പോൾ ഇതിപ്പോൾ കുറേ നാളിന് ശേഷം എഗെയിൻ സ്മോൾ വൺ ഓംകാർ വന്നു. ഓംകാറിൻ്റെ ഓരോരോ പ്രോസസ്സും നമ്മളിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ അതൊരു പുതിയൊരു ഫീലിംഗ് ആണ് അത്. ആൻഡ് യു സ്റ്റാർട്ട് ലേണിംഗ് അഗെയിൻ, സീയിങ് തിങ്സ് ഇൻ എ, ഇപ്പോൾ നമുക്ക് 10 വർഷം കഴിഞ്ഞു, ബട്ട് യു ആർ സീയിങ് തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ അതൊരു നല്ലൊരു പ്രോസസ്സാണ് ആക്ച്വലി. അത്
നമ്മളെ കുറെ കൂടി യൂത്ത്ഫുൾ ആക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ ഇവര് ടീനേജ് എത്തുമ്പോൾ പേരന്റിങ് ഇങ്ങോട്ടാവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊരു പ്രശ്നം. അതിപ്പോൾ ഈ ന്യൂ ജനറേഷൻ്റെ പ്രശ്നം. നമ്മളെ ഉപദേശിക്കുക. അതെ അതെ, ഇങ്ങോട്ടാവും പേരന്റിങ്. പ്രശ്നമല്ലേ എനിക്ക്. പക്ഷെ അതിലില്ല. ഇപ്പൊ തന്നെ ഓംകാരനെ പറയാം, 3 വയസ്സായിട്ടില്ല, എന്തെങ്കിലും വരുമ്പോ അച്ഛാ നോ, അവൻ അറിഞ്ഞിട്ടാണോ പറയണത്? അപ്പൊ ഞാൻ വിചാരിക്കും ഇവർ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായാലും. ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ ഡാൻസ് വീഡിയോസ് ഇട്ടാൽ ഈ മ്യൂസിക്കിന്റെ കോപ്പിറൈറ്റും ഒക്കെ കൊണ്ടും പലപ്പോഴും വേറെ മ്യൂസിക് ചിലപ്പോൾ അവര് ഒറിജിനലി ആ എന്ത് ഉൾക്കൊണ്ടാണോ ഡാൻസ് ചെയ്യണേ അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചീത്തവിളിയായിരിക്കും. ഡാൻസിനെ പറ്റി അറിയുന്നവരാവില്ല, ചിലപ്പോൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഈ പാട്ടിൽ ശരിയായിട്ടാവില്ല. അത് കാണാറുണ്ടോ അങ്ങനെയുള്ള ഒരു അവസ്ഥ പലരുടെയും? ഈ ഇൻസ്റ്റാ ഇതിൽ വൈറലാവുന്ന പലതും ചിലതൊക്കെ ഞാൻ അങ്ങനെ ഒരു ഫുൾ ടൈം ഇൻസ്റ്റ അല്ല. അതൊരു പ്രശ്നമല്ലേ ശരിക്കും? അതൊരു പ്രശ്നമല്ലേ? കാരണം നല്ലൊരു പെർഫോമൻസിനെ നമ്മള് വെറുതെ ഒരു പബ്ലിക്കിന് ഇട്ട് കൊടുത്ത്. അല്ല, അതല്ല, ഓരോരുത്തരുടെ ഒരു ടൈം പാസ്റ്റ് ജസ്റ്റ് അതിങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത്. ഇപ്പൊ എൻ്റെ തന്നെ ഞാൻ 12 വയസ്സാകുമ്പോൾ ചെയ്ത ഒരു മോഹിനിയാട്ടം, ഇറ്റ്സ് എ വർണ്ണം, തോടി വർണ്ണമാണ് അത്. ആക്ച്വലി ഇറ്റ്സ് എ ട്രഡീഷണൽ ക്ലാസിക്കൽ കോമ്പോസിഷൻ. അത് ഹുസൈനസ് അബ്ദുള്ളയിലെ പാട്ടിട്ടിട്ട് അത് ഭയങ്കര വൈറലായി. അപ്പം ലോഡ് ഓഫ് പീപ്പിൾ തിങ്ക് ആ പാട്ടിന്റെ ഞാൻ ഡാൻസ് ചെയ്തതാണെന്നാണ് വിചാരിക്കുന്നത്. അത് ആക്ച്വലി ഒറിജിനലി ഇറ്റ്സ് എ പ്യുവർ ക്ലാസിക്കൽ കോമ്പോസിഷൻ. അല്ല, അതെല്ലാം അത് ഈ ഇറ്റ് ഡസൻ നമ്മളിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പോവാ. പക്ഷേ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഈ ഇൻസ്റ്റയിലൂടെ എത്ര ടാലൻസ് വരുന്നുണ്ട്, ബ്രില്യൻറ്റ് ഡാൻസേഴ്സ് തന്നെ. ബോയ്സ്, ഹൗ മെനി എക്സ്ട്രോർഡിനറി ബോയ്സ് ആർ ദേർ ഹു ആർ ഡാൻസിങ്, നോട്ട് ജസ്റ്റ് ക്ലാസിക്കൽ, പലതരം അല്ല, ഫ്രീലാൻസ് ഡാൻസിങ്, കണ്ടംപററി ഡാൻസ്. സോ അങ്ങനെ യു ഗെറ്റ് ടു നോ ദർ ആർ ലോട്ട് ഓഫ് ടാലൻസ്. പലരും സിനിമയിൽ വരുന്നുണ്ട്, ഇൻസ്റ്റയിലൂടെ പോപ്പുലറായ പലരും. ഞാൻ ജനനായകന് നല്ല ഡൈവേർട്ട് ചെയ്യിച്ചല്ലേ, വിജയിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ചോദിക്കാൻ പറ്റും. അത് പറഞ്ഞിട്ട് പോയാൽ അത് പറയാലോ, സിനിമയെ പറ്റി പറയണ്ട. എന്താ പറയുക, ഞങ്ങൾ തമ്മിലുള്ള സീക്വൻസ് വളരെ കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് നല്ലൊരു സീക്വൻസ് ആയിരുന്നു. ആൻഡ് ദ ഫാക്ട് ദറ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ദറ്റ് യു ആർ ആക്ടിങ് വിത്ത് എ ബിഗ് സൂപ്പർ സ്റ്റാർ എന്നുള്ള സംഭവം ഇങ്ങനെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓക്കെ. ബട്ട് അദ്ദേഹം അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടല്ല, ബിക്കോസ് നമ്മൾ ജനറലി ചാറ്റ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ പരിചയമുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ കാണുന്നത് വെരി സിമ്പിൾ ആൻഡ് കൂൾ. ആൻഡ് അപ്പോൾ അതൊരു അങ്ങനെയും വേറെ ആക്ടേഴ്സ്, സോ വിത്ത് ദ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർഡം ആൻഡ് യെറ്റ് വെരി വെരി സിമ്പിൾ. അപ്പോൾ അതൊരു ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് അദ്ദേഹം അതിൽ നന്നായിട്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീക്വൻസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഗുഡ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്കോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് 21st. താങ്ക് യു സോ മച്ച്. താങ്ക് യു.